ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഇപ്പോഴും നീങ്ങിയിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ്. ഇസ്രായേലിനുള്ളിൽ അതിശക്തമായ രൂപത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരികയാണ്. അതായത് പ്രതിരോധ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഏരിയകളിലെല്ലാം ഇപ്പോൾ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ വീഡിയോകൾ അടക്കം പുറത്തു വരുന്നു. യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ ദീർഘകാല ആക്രമണം ഉദ്ദേശിക്കുന്നില്ല. ഇറാന് ദീർഘമായി ആക്രമിക്കാനുള്ള സാഹചര്യങ്ങളും അതിനുള്ള ശക്തിയുമുണ്ട്. പക്ഷെ അത്ര ദീർഘമായ ആക്രമണത്തിനല്ല ഇസ്രായേലും അമേരിക്കയും തയ്യാറാകുന്നത്. നേരെ മറിച്ച് ഇറാനിലുള്ള ഭരണം അട്ടിമറിക്കണം. ഇറാന്റെ ആണവ റിയാക്ടറുകൾ വളരെ താഴെ ഭൂമിക്കടിയിലാണ്. ഒരുപക്ഷെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും മിസൈലുകൾക്ക് അതിനെ തകർക്കാനാവുകയില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ട്രാറ്റജിയിലേക്കാണ് ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ നീങ്ങുന്നത്. അതായത് ഭരണം അട്ടിമറിക്കുക. അതിനുവേണ്ടി ഇപ്പോൾ അവർ ശ്രമിക്കുന്നത് ഇറാന്റെ തലവന്മാരെ വധിക്കുക എന്ന് തന്നെയാണ്. ഖാംനയി അടക്കമുള്ള പ്രധാനപ്പെട്ട ലീഡർമാരെ ആക്രമിക്കുകയും അവരെ വധിക്കുകയും ചെയ്താൽ ഭരണം അട്ടിമറിക്കാൻ സാധിക്കുമെന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ അതിന് പാകപ്പെട്ട സമയങ്ങൾക്കായി തക്കം പാർത്തിരിക്കുകയാണ് എന്നുകൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. അതേസമയം അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നുമുള്ള ആക്രമണങ്ങൾ ഏത് സമയത്തും ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴുള്ളത്. അത് ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ ആകാമെന്നുകൂടെ ഇറാൻ കണക്ക് കൂട്ടുന്നു. അതുകൊണ്ടായിരിക്കണം ഇറാൻ ഇപ്പോൾ പറഞ്ഞത് ഒരു മുൻകൂർ ആക്രമണം, എന്തായാലും ആക്രമണം ആദ്യത്തേത് ഞങ്ങളുടേതായിരിക്കും എന്ന രീതിയിലുള്ള പ്രതികരണം ഇറാനിൽ നിന്ന് വരുന്നുണ്ട്. ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ നീക്കങ്ങൾ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരിക്കും ഇറാൻ. അതേസമയത്ത് ചൈനയും റഷ്യയും ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാന് ശക്തമായ സപ്പോർട്ട് നൽകുമെന്ന് ചൈന ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം യുദ്ധം ഉണ്ടാകാതിരിക്കാൻ, ഇറാനെതിരെയുള്ള സൈനിക നീക്കം ഇല്ലാതാക്കാൻ വേണ്ടി ചൈനയും തുർക്കിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇറാന് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിക്കുമെന്നും എല്ലാ സഹായങ്ങളും നൽകുമെന്നും ചൈന വളരെ കൃത്യമായി പറഞ്ഞു. വെനിസ്വലയേക്കാൾ പ്രധാനം ഇറാൻ തന്നെയാണ് എന്ന രൂപത്തിലാണ് ചൈന പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നത് വ്യക്തമല്ല. ട്രംപ് പറഞ്ഞ പോലെ യുദ്ധം, ആക്രമണം എന്നതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടോ, അതല്ല ഒരു തന്ത്രപരമായ പിന്മാറ്റമാണോ അമേരിക്ക നടത്തുന്നത് എന്ന് കണ്ടറിയേണ്ടതുണ്ട്.